என்ன எங்கேயோ பார்த்துருக்கேன்னு சொல்லிட்டே இருக்கு. இன்னுமா என்ன தெரியலையா? ടാൻ ടാൻ ഓ പെടല് കേട്ടോ അത് വെട്ടിക്കല്ലേ. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മളിത് വന്നിരിക്കുന്നത് 10 റുപ്പീസ് ബിസ്ക്കറ്റ് ചലഞ്ച് ആയിട്ടാണ്. അതായത് 10 റുപ്പീസ് ബിസ്ക്കറ്റ് ചലഞ്ച് എന്ന് വെച്ചാൽ 10 രൂപക്ക് വാങ്ങാൻ പറ്റിയ കുറച്ച് ബിസ്ക്കറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട്. 10 രൂപ റേഞ്ച് കിട്ടുന്ന കുറച്ച് ബിസ്ക്കറ്റ്. അപ്പോൾ ഇതിൽ ഏതാണ് ലാഭം, ഏതൊക്കെയാണ് അടിപൊളി, നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ കുറച്ചധികം ബിസ്ക്കറ്റ്സ് എൻ്റെ കയ്യിലുണ്ട്. എന്നത് ഇത് കേക്കാണ്. കേക്കൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതും കേക്കാണ്. കേക്ക് ആവശ്യമില്ല. കേക്ക് വേണ്ട, നമുക്ക് ബിസ്ക്കറ്റ് ചലഞ്ചാണ്. അപ്പോൾ ബിസ്ക്കറ്റ് മാത്രം മതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് എടുക്കുകയാണെങ്കിൽ ബൗൺസ് എന്ന് പറയുന്ന സാധനമാണ്. സംഗതി ഒരു ക്രീം ബിസ്ക്കറ്റാണ്. സൺഫീസിൻ്റെ 58 ഗ്രാമാണ്. അതെ 58 ഗ്രാമാണ്. നമുക്കിത് പൊട്ടിച്ച് നോക്കാം. പച്ച കളറിൻ്റെതാണ്. വാവ്, അപ്പോൾ ഇതിൻ്റെ അകത്ത് 2 പാക്കറ്റ്സ് ആണ് വരുന്നത്. നല്ല കാണാൻ കൊള്ളാമെന്ന് കവർ. അപ്പോൾ നമുക്ക് 2 പാക്കറ്റും ഒരു പാത്രത്തിലോട്ട് മാറ്റാം. വീഡിയോ നല്ല ലെങ്ത് ആകുമെന്നാണ് വിചാരിക്കുന്നത്. സൂപ്പർ. പഴയ ആ ഒരു ഹോർലിക്സ് ബിസ്ക്കറ്റ് ഉണ്ട്, അതിൻ്റെ ആ ഒരു സ്മെല്ല്. 1 2 3 4 5 അപ്പോൾ 10 എണ്ണം കിട്ടും നമുക്കൊരു പാക്കറ്റിൽ നിന്ന്. 10 രൂപ അപ്പോൾ തെറ്റില്ല. ഒരെണ്ണത്തിന് 1 രൂപ വെച്ച് വരുന്നുള്ളൂ. ഇത് ക്രീം ബിസ്ക്കറ്റാണ്. ഒരെണ്ണത്തിന് 2 എണ്ണം വെച്ച് വരും. അപ്പോൾ നമുക്കിത് കഴിച്ചു നോക്കാം. ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം, കുഴപ്പമില്ല. ചിലപ്പോൾ നമുക്ക് ഒരു സിറപ്പിൻ്റെ ടേസ്റ്റായിട്ടൊക്കെ തോന്നും. നല്ല സാധനം കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ട്. കൊള്ളാം, നല്ലതാണ്. ഗുഡ് ഐറ്റം. കൊള്ളാം. അപ്പോൾ ഈ ഒരു 10 രൂപയുടെ ബിസ്ക്കറ്റിൽ നമുക്ക് 10ൽ എത്ര മാർക്ക് കൊടുക്കുന്നു വെച്ചാൽ, ഈ ഒരു ബിസ്ക്കറ്റിന് ഒരു 7 മാർക്ക് കൊടുക്കാം 10ൽ. ഇനി നമ്മൾ നെക്സ്റ്റ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സാധനമാണ്. മൊണാക്കോ പാർലള. മൊണാക്കോ എന്ന് പറയുന്നത് ഏകദേശം 63 ഗ്രാമാണ്. 37% എക്സ്ട്രാ ഒക്കെ ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഉപ്പ് ബിസ്ക്കറ്റാണ്. ഉപ്പ് ബിസ്ക്കറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ആ ഒരു ഫ്ലേവർ ആയിരിക്കും ഉണ്ടാവുന്നത്. വാവ്, ഇതും മറ്റതുപോലെ തന്നെ പാക്കറ്റിൻ്റെ അകത്ത് പിന്നെയും 2 പാക്കറ്റ്. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യാം. ഇത് എത്ര ഉണ്ടെന്ന് നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 1 2 3 4 5 6 7 8 9 10 11 12. ഒന്നുകൂടെ ചെക്ക് ചെയ്തോട്ടെ. 2 4 6 8 10 12 12 24. അപ്പോൾ 24 ഉണ്ടാവും. ഒരു ഇതിൽ 24 ഉണ്ടാവും. ഇത് വലിയ ടേസ്റ്റിനായിട്ടൊന്നുമില്ല, കാരണം ഞാൻ സ്ഥിരം കഴിക്കുന്ന ഒരു ബിസ്ക്കറ്റാണ്. വന്ന് ഉപ്പ് ബിസ്ക്കറ്റിലൊന്നും ഉപ്പില്ലാണ്ടായ എന്ത് ഇത്? ഉപ്പ് ബിസ്ക്കറ്റിലൊരു ഉപ്പില്ലെന്നേ. അയ്യയ്യേ. ഇതിൽ 10ൽ 3 മാർക്ക് കൊടുക്കാം. പിന്നെ കുറച്ചധികം സാധനം കിട്ടുമെന്നില്ല, പക്ഷേ സാധനത്തിലൊരു ടേസ്റ്റ് ഇല്ല. ഉപ്പ് പോലും ഇല്ല. ഉപ്പ് ബിസ്ക്കറ്റാണ്, പക്ഷെ ഉപ്പില്ല. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ബോൺവിറ്റ. ഇതിന് 10 രൂപയാണ്. ഇത് എത്ര ഗ്രാം ഉണ്ട്? ഇത് ഏകദേശം 37 ഗ്രാമാണ്. 37 ഗ്രാം 10 രൂപ വെച്ചിട്ട് കൂടുതലല്ലേ? കൂടുതലാണ്. പിന്നെ ഇത് ഏതാ കമ്പനി? ഇത് ഏത് കമ്പനിയാണ് ബോൺവിറ്റ? കാൽബറിയാണ് ബോൺവിറ്റ. ബോൺവിറ്റ കമ്പനിയുടെ പേരില്ലേ? ബോൺവിറ്റ തന്നെയാണ് കമ്പനിയുടെ പേര്. ഓപ്പൺ ഹിയർ. അപ്പോൾ ഇപ്പുറത്തുകൂടി ഓപ്പൺ ചെയ്യാൻ പറ്റില്ലേ? ഓഹോ, അങ്ങനെയോ. നമ്പോ ഇത് കാണാനേ പോലെ ഉണ്ടോ? സ്മെല്ലൊന്നും അത്രയില്ല. 1 2 3 4 5 6 7 8 8 എണ്ണം ഉണ്ട്.
കഴിച്ചു നോക്കാം. കടിക്കാൻ ഇച്ചിരി ടാസ്ക് കേട്ടോ. വലിയ സുഖമില്ല. ഒരു 3.5 അത്രയൊക്കെ ഉള്ളു. പോരാ പോരാ പോരാ, ബോൺവിറ്റ കൂടുതല. ഇനി നെക്സ്റ്റ് പാർലയുടെ മൾട്ടിവിറ്റ. ഓ, ഇത് വലിയ ടേസ്റ്റുള്ള സാധനമൊന്നുമല്ലോ. ഇത് എത്ര ഗ്രാമുണ്ട്? അതിൻ്റെ ഗ്രാം കണ്ടുപിടിക്കും. 58 ഗ്രാമുണ്ട്. ഇത് ഷുഗർ പേഷ്യൻറ്റിനൊക്കെ പറ്റിയ ബിസ്ക്കറ്റാണ്. ഇത് മേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇതെനിക്ക് വലിയ താല്പര്യമില്ല, അതൊരു സാധനമാണ്. ഇതിനകത്ത് കുറച്ച് അധികം ഉണ്ട് കേട്ടോ ക്വാളിറ്റി. നമുക്കിത് എത്ര ഒന്ന് എണ്ണി നോക്കാം ആദ്യം. ഇത് കുറേയൊക്കെ പൊടിഞ്ഞിരിക്കുന്നുണ്ട്, കാരണം എൻ്റെ കുറേ താഴത്തേക്ക് വീണാണ്. 1 2 3 4 5 6 7 8 9 10 11 12 13 അധികമൊന്നും കഴിക്കുന്നില്ല. ഞാനൊരു ചെറിയൊരു പീസ് അത് കഴിക്കാനുള്ളത്. വെറുതെ കഴിക്കാൻ പറ്റിയ സുഖമാണ്. ഐ തിങ്ക് ബോൺവിറ്റിനെക്കാട്ടെ കൊള്ളാമെന്ന് തോന്നുന്നത് എനിക്കിതാണ്. ഗുഡ്. നെക്സ്റ്റ് വേണം ഇത് ട്രൈ ചെയ്യും. എല്ലാം കൂടി കഴിക്കുമ്പോൾ ഭയങ്കര മടുപ്പ് വേണം. സൺഫീസിൻ്റെ മോംസ് മാജിക്. ഇത് നല്ല ബിസ്ക്കറ്റാണ്. ഇത് നല്ലൊരു കുക്കീസ് പോലത്തെ ഒരു ഐറ്റമാണ്. ഇത് ഏകദേശം 49 ഗ്രാമുണ്ട്. 1 2 3 4 5 6 7 ഉണ്ട്. ഇതൊന്നും നമ്മൾ ഒരുപാടൊന്നും കഴിക്കുന്നില്ല. ഒരു പൊട്ടിക്ക് കഴിച്ചു, കാരണം എല്ലാം കൂടി കഴിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്വരാണ്. നമുക്കൊരു 10-ൽ 6 കൊടുക്കാം. മോംസ് മാജിക് കുക്കീസ്. എൻ്റെ ആ ബോൺവിറ്റ കഴിച്ച് തീർക്കാൻ പറ്റിയില്ല, എന്നാലും കഴിക്കുക. ഇല്ലെങ്കിൽ കടിച്ച് ബിസിനസ്സൊക്കെ എനിക്ക് മനസ്സ് വെക്കണില്ല, കാരണം മറ്റുള്ളതിലൊക്കെ നമ്മൾ കടിച്ചതിൻ്റെ ആ ഒരു ഇതൊക്കെ വരുന്നതല്ല. നെക്സ്റ്റ് നമ്മൾ കഴിക്കാൻ പോകുന്നത് ജിമി അജാ ജിം ജാമാണ്. ഫാബ്, പാർലെ, സൺഫീസ്റ്റ്, ബ്രിട്ടാണി. ഇത് 3 ഉള്ളത്. വേറെ ബ്രാൻഡൊന്നും ഇല്ല ഡേ ബിസ്ക്കറ്റിന്. ഇത് നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. ഇതിൻ്റെ ഈ ഒരു ആ ജെല്ലിൻ്റെ സ്മെല്ല് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. 1 2 3 4 5 5 അതിനകത്ത് 10 ബിസ്ക്കറ്റ് വരും. അത് ഇങ്ങനത്തെ ടൈപ്പാണ്. മറ്റേ ജാമൊക്കെ വരുന്ന, ജാമും ക്രീമോടെ കൂടി വരുന്ന ഒരു ബിസ്ക്കറ്റാണ്. നമുക്കിത് മൊത്തം കഴിക്കണ്ട, ചെറിയൊരു പീസ് കഴിച്ച് നോക്കാം. നോട്ട് ബാഡ്. കുഴപ്പമില്ല. ഇനിയും ഉണ്ടല്ലോ കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ എപ്പോൾ കഴിച്ച് തീർക്കൂടെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹാപ്പി. ഇത്രയും ബിസ്ക്കറ്റ് ഞാൻ മേടിച്ചത് ഞാൻ ഓർത്തും കൂടിയില്ല. ഇനി ലാസ്റ്റ് ഒരെണ്ണം കൂടി പൊട്ടിച്ചിട്ട് ഞാൻ നിർത്തണേ, മതിയായി. ഹാപ്പി ഇത് കുറണ്ടല്ലോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 ഹാപ്പി പാർലട. ഇത് ഹൈഡ് ആൻഡ് സീക്ക് ഇല്ലേ, അതിൻ്റെയൊക്കെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. അത് എത്ര ഗ്രാമാണ്?
നമ്മൾ ഗ്രാം നോക്കാൻ മിസ്സായി പോയി കഴിഞ്ഞ വീഡിയോയിലും. ഇത് ചേടാ 63 ഗ്രാമുണ്ട്. ഹാപ്പി ഹാപ്പി. ഹാപ്പി ഹാപ്പി കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഇത്രയും ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിട്ട് എനിക്കിനി അടുത്തതിന് ടേസ്റ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നാക്കിൻ്റെ എല്ലാ ടേസ്റ്റ് കൂടി കുഴഞ്ഞിറക്കുകയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഇത്ര നേരം കഴിച്ചതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ആദ്യം കഴിച്ച സാധനം ഇതായിരുന്നു. അത് ഞാൻ ഇതിനകത്ത് പെട്ടിട്ടാക്കിയിട്ടുണ്ട്. ഈ സാധനം സൺഫീസിൻ്റെ ബൗൺസ്. ഇത് കൊള്ളാം. 10 രൂപയ്ക്ക് തെറ്റില്ലാത്തൊരു ബിസ്ക്കറ്റായിട്ട് എനിക്ക് തോന്നി. വെരി ഗുഡ്. പിന്നെ അതിനേക്കാട്ട് സെക്കൻഡ് സമ്മാനം നമുക്ക് വേണമെങ്കിൽ ഹാപ്പി കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ തേർഡ് നമ്മുടെ മാരി അല്ലത് മൾട്ടിവിറ്റ കൊടുക്കാം. ബാക്കി എനിക്ക് ബോൺവിറ്റ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇത് ജിം ജാം അത് സാധനം. ഇത് വെറുതെ ഒരു ജാമിൻ്റെ ആ സാധനമൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെ എല്ലാം ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് 10 രൂപ കൺസിഡർ ചെയ്യാൻ പറ്റി ചെറിയ മറ്റൊരു ബിസ്ക്കറ്റാണ് നമ്മുടെ ഓറിയോ എന്ന് പറയുന്നത്. ഇനി മിൽക്ക് ശക്തി ഉണ്ട്. മിൽക്ക് ശക്തിയും 10 രൂപ കൺസിഡർ ചെയ്യാൻ പറ്റിയ ബിസ്ക്കറ്റാണ്. ഗുഡ് ഡേ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഗുഡ് ഡേ എനിക്ക് വലിയ ഇഷ്ടമല്ല. കാരണം ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് പൊതുവെ എനിക്കത്ര ഇഷ്ടമല്ല. പക്ഷേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നെക്സ്റ്റ് പറയുവാണെങ്കിൽ ബ്രിട്ടാനിയുടെ ട്രീറ്റും പറ്റിയതാണ്. പിന്നെ അതുപോലെ തന്നെ ബോബൺ ഉണ്ട്, ബ്രിട്ടാനിയുടെ 10 രൂപ അതും കിട്ടുന്നതാണ്. പിന്നെ ഇതൊരു കേക്കാണ്, ഇതും 10 രൂപ കിട്ടുന്നതാണ്. ഓറിയോ നല്ലതാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഓറിയോ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഓറിയോ ഒരുപാട് ഉണ്ടാകത്തില്ല, അതാണ് ഓറിയോയുടെ പ്രശ്നം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ. 10 രൂപ കിട്ടാവുന്നതിൽ ഏറ്റവും ബെറ്റർ ബിസ്ക്കറ്റ് ഏതൊക്കെയെന്ന് ജസ്റ്റ് കാണിക്കുക എന്നുള്ളതായിരുന്നു ഞാൻ വന്നത്. അപ്പോൾ ഞാൻ എന്തായാലും പ്രൈസ് ഇവന് കൊടുത്തിരിക്കുകയാണ്. ഇവനാണ് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റ് ഏതാണെന്ന് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്തത് ഏത് ബിസ്ക്കറ്റ് കൊണ്ടുവരണമെന്ന് അതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റ് വേറെ എന്തെങ്കിലും കൊണ്ടുവരണമെങ്കിൽ അതും പറയുന്നേ, അതും കൊണ്ടുവരാം. അപ്പോൾ ഓക്കെ, നമുക്ക് ഈ വീഡിയോ അവസാനിക്കാം. അതുവരേക്കും ബൈ.